ശരി, ഡോക്ടർ അരുണിലേക്ക് പോകുന്നു. ഡോക്ടർ അരുൺ, എന്താ തോന്നുന്നത്? ഈ പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞ ദിവസത്തിനേക്കാൾ കൂടുതൽ ശക്തമാകുന്നുണ്ടോ? സ്മൃതി, രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഇതൊരു പൊരിഞ്ഞ പോരാട്ടമാണോ എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കണ്ണൂർ മുതൽ പാലക്കാട് വരെ യാത്ര നടത്തി വന്നിരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരോട്, നേതാക്കളോട്, സ്ഥാനാർത്ഥികളോടൊക്കെ നമ്മൾ സംസാരിച്ചു വന്നു. എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഞാനിന്ന് പാണക്കാട് പോയപ്പോൾ ഒന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും മറ്റൊന്ന് തങ്ങളോടും ചോദിച്ചു, എത്ര സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ലൈവിൽ ബൈറ്റിൽ തങ്ങൾ പറഞ്ഞത് 100 സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, കേവല ഭൂരിപക്ഷം കടക്കാനുള്ള സീറ്റ് കിട്ടും എന്നാണ് തങ്ങൾ പറയുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് കിട്ടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ലീഗ് കേവല ഭൂരിപക്ഷം കടക്കാനുള്ള സീറ്റ് കിട്ടും എന്നാണ് കരുതുന്നത്. അതിനകത്ത് ചില സൂചനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് ഇടതുപക്ഷവും ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിനെ മറികടന്നു പോകുമെന്നൊരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിലെ ഒരു നേതാവിനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം? നോക്കൂ, ഇനി 12 ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം വല്ലാതെ ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒട്ടേറെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എന്താണ് കേരളത്തിൻ്റെ പൊതുമണ്ഡല രാഷ്ട്രീയ ചിത്രം? ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ കരുതിയിരുന്ന ഒരു വളരെ പ്ലെയിൻ ആയിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഈ ഇടതിൻ്റെ ഉറച്ച മണ്ഡലങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉറച്ച മണ്ഡലങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ 25 മണ്ഡലങ്ങളിൽ ഒരു മാറ്റവും ഐക്യജനാധിപത്യ മുന്നണിക്ക് സംഭവിക്കില്ല. അത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉറച്ച മണ്ഡലങ്ങൾ. ഉദാഹരണത്തിന് മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ ഇന്നേ വരെ മറുപക്ഷത്തോട്ടും മറിയാത്ത മലപ്പുറം അടക്കം, ഇപ്പോൾ പുതുപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങൾ ഒക്കെ ഉറച്ച മണ്ഡലങ്ങളാണ്. ഉറച്ച കോട്ടയെന്ന് പറയാൻ പറ്റുന്ന 25 മണ്ഡലങ്ങൾ UDF-നുണ്ട്. മറുഭാഗത്ത് LDF-ന് ഇപ്പോൾ ധർമ്മടം പോലെ, മട്ടന്നൂർ പോലെ, കല്യാശ്ശേരി പോലെ ഉറച്ച മണ്ഡലങ്ങളായി നമുക്ക് പറയാൻ പറ്റുന്ന 29 മണ്ഡലങ്ങളുണ്ട്. രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ 54 മണ്ഡലങ്ങളിൽ ഒരു മാറ്റവും ഇക്കുറിയും സംഭവിക്കാൻ പോകുന്നില്ല. വാസ്തവമാണ്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് 86 മണ്ഡലങ്ങളിലെ പൊളിറ്റിക്കൽ സസ്പെൻസാണ് ബാക്കി നിൽക്കുന്നത്. അതിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതാണ് ഈ MLA-മാരുടെ ജനപ്രിയതയും ഒപ്പം നമ്മൾ ഈ പറയുന്ന അടിയൊഴുക്കുകളും. കഴിഞ്ഞ 2006 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ 15 വർഷക്കാലം ഇടതുമുന്നണിക്ക് നഷ്ടമാകാത്ത മൊത്തം 57 സീറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ജനപ്രിയമായ സീറ്റുകളും ഉറച്ച മണ്ഡലങ്ങളും കൂടി നോക്കിയാൽ 57-58 സീറ്റുകൾ നിലവിൽ LDF-നോടൊപ്പം നിൽക്കുകയാണ്. UDF-നോടൊപ്പം ആവട്ടെ നിർഭാഗ്യവശാൽ അവരുടെ MLA-മാരുടെ എണ്ണം കുറവായതുകൊണ്ട് ജനപ്രിയ MLA-മാർ, ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ജനപ്രിയനാണ്. നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ ജനപ്രിയനാണ്, മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഉദാഹരണങ്ങൾ പറയുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ച് ബേപ്പൂരിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടതുപോലെയല്ല. അവിടെ UDF അധികാരത്തിൽ വരണമെന്ന് പറയുന്നവരും മുഹമ്മദ് റിയാസ് തുടരട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരെ നമ്മൾ ലൈവിൽ തന്നെ കണ്ടു. അതൊരു പ്രതികരണമാണ്. എന്ന് വെച്ചാൽ MLA അവിടെ ആ മണ്ഡലത്തിൽ സ്വീകാര്യനാണ് എന്നൊരു പ്രതീതി. മാവേലിക്കലിൽ അരുൺകുമാറിന്റെ കാര്യം പറയുന്നത് പോലെ. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ അഥവാ MLA-യുടെ പ്രതിച്ഛായ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കോവിഡ് കാലത്തും പ്രളയകാലത്തെയും MLA-മാരുടെ ഇടപെടലുകൾ ആ മണ്ഡലങ്ങളിൽ ജനങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ മറികടന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ UDF-ന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ. അപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരംഗം നിലവിൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് ജയിച്ചാലും അത് 75-76 സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷത്തിൽ നിന്നൊരു 4-5 സീറ്റുകൾക്കും അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഈ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ നമുക്കൊട്ടും ആരോഗ്യകരമല്ലാത്ത, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് നടക്കുന്നത്. എന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നിരാശപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ പ്രതിപക്ഷവും ഭരണപക്ഷവും നേരിടേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രതിപക്ഷം ഇരിക്കുന്ന ട്രാപ്പിലേക്ക് ഭരണപക്ഷം പോയി വീഴണമോ എന്നൊരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ആ പ്രശ്നം? ഒന്ന്, ആവർത്തിച്ച് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം പല ആളുകൾ ഒരു നുണ പറഞ്ഞ് സത്യമാക്കാനുള്ള നവഗീബൽസിയൻ തന്ത്രമാണ് യഥാർത്ഥത്തിൽ പോരാടുന്നത് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനിപ്പോൾ ഇന്നൊരു ഉദാഹരണം ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് 3ഉം അവാസ്തവമാണ്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറയുന്നു നമ്മുടെ പിണറായി വിജയൻ ഒരു ഫാസിസ്റ്റ് ഭീരുവിനെ പോലെയാണ്, ഒരു ഇന്റർവ്യൂവിനെ പോലും ഭയക്കുന്ന ഭീരുവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു.
മനോരമയുടെ വി ഡി സതീശനുമായിട്ടുള്ള അഭിമുഖത്തെക്കുറിച്ചുള്ളത് എന്താണ് വാസ്തവം? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇടപെട്ടിട്ടാണോ ഈ ഇന്റർവ്യൂ ഈ മനോരമയുടെ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തത്? ഇന്നിപ്പോൾ രത്തൻ ഖേൽക്കർ വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞില്ലേ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രിമാർക്ക് അവരുടെ ഉദ്യോഗസ്ഥന്മാരോട് എന്തെങ്കിലും ചെയ്യാൻ ഉത്തരവിടാൻ കഴിയുമോ? കോഡ് ഓഫ് കണ്ടക്ട് നിലവിലിരിക്കുന്ന ഒരു സമയമല്ലേ? രത്തൻ ഖേൽക്കർ എന്താ നമ്മളോട് വന്ന് പറഞ്ഞത്? ഇത് ഒരു പിഴവാണ് സംഭവിച്ചു പോയത്. കമന്റുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ്, ഏത് സൈബർ പോലീസ്? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് മെറ്റയെ സമീപിച്ച് പരാതി കൊടുക്കുന്നു. അതാണ് ഇലക്ഷൻ കമ്മീഷൻ പരാതിപ്പെട്ടത് ഇലക്ഷൻ കമ്മീഷൻ ഇത് തിരുത്തി എന്നിട്ട് പറഞ്ഞു. പക്ഷേ മെറ്റയ്ക്ക് സംഭവിച്ചൊരു പിഴവാണ്, അവർ വീഡിയോ പൂർണ്ണമായും നീക്കം ചെയ്തു, കമന്റ് നീക്കം ചെയ്യുന്നതിന് പകരം. അപ്പോൾ ആ പിഴവിനെ എത്ര തന്ത്രപരമായിട്ടാണ് പിണറായിയുടെ മേലിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവ്? യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ ആ അഭിമുഖം മാറ്റിയത്? അതല്ലെന്നല്ലേ തെളിഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയല്ലേ? ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടേ എന്നിട്ട് പ്രതിപക്ഷ നേതാവ് അത് തിരുത്തിയോ? ഇതൊരു നുണ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ 2006 വിളക്ക് കൊളുത്തലുമായിട്ട് ബന്ധപ്പെട്ട എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് നോക്കൂ. വിളക്ക് കൊളുത്താൻ വേണ്ടി ഞാൻ കുനിഞ്ഞത് എന്നാണ് പറയുന്നത്. പ്രശ്നം കുനിഞ്ഞത് മാത്രമല്ല, ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന RSSന്റെ സൈദ്ധാന്തികൻ ഈ 2002 ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം RSSനെ മൊത്തം രാജ്യത്തുള്ള മതേതരവാദികൾ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്ന സമയത്ത് ആ ചിത്രത്തിൻ്റെയും ഭാരതാംബയുടെയും ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷ നേതാവ് പിടിക്കുന്നത് എന്തിനാണ്? കുനിഞ്ഞതാണോ കുഴപ്പം എന്നാണ്. കുനിഞ്ഞതല്ല സർ കുഴപ്പം അവിടെ വിളക്ക് കൊളുത്തിയത് എന്തിനാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ആ ഒരു പൂജനീയമായിട്ടുള്ള വ്യക്തിയാണ് ഗുരുജി ഗോൾവാൾക്കർ എന്ന് എങ്ങനെയാണ് ഈ ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം, അതും നോക്കൂ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെ അടക്കം ചുട്ടുകൊന്ന ഒരു ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം എങ്ങനെയാണ് രാജ്യം മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പോയി നിങ്ങൾക്ക് വിളക്ക് കൊളുത്താൻ കഴിയുന്നത്? അതിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാ? ഒന്ന് കുനിഞ്ഞുപോയി, അത് കുനിഞ്ഞത് വിളക്ക് താഴ്ന്നത് കൊണ്ട് കുനിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. കുനിഞ്ഞതല്ല, വിളക്ക് കൊളുത്തിയതാണ്. ഇത് വളരെ മനോഹരമായൊരു പ്രൊപ്പഗാൻഡ ടെക്നിക്കാണ് എന്നുള്ളതാണ്. രണ്ടാമത് കോൺഗ്രസിന്റെ നിലപാട് പറയാൻ ഈ ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി വേള തന്നെ തിരഞ്ഞെടുക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യം പോയി പൂജിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഗുരുജി ഗോൾവാൾക്കറിനെ എതിർക്കാൻ പോകുന്നത്? അതെന്ത് നിലപാടാണെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഫാക്ച്വലായ ഒരു കാര്യം, ആരോഗ്യ മേഖലയിൽ ചികിത്സ ചെലവ് കുറയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും പിണറായി സർക്കാരിന്റെയും കാലത്തെ കണക്ക് ഡാറ്റ പുറത്തു വന്നിട്ടില്ലേ? ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആരോഗ്യ മേഖലയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗ്രാമീണ മേഖലയിൽ 17,000 രൂപയായിരുന്നത് ഇപ്പോൾ അത് 10,000 രൂപയായി കുറഞ്ഞിട്ടില്ലേ? വസ്തുത നമ്മുടെ മുന്നിലില്ലേ? നഗരമേഖലയിൽ അത് 23,000 രൂപയായിരുന്നത് 13,000 രൂപയായി പാതിയായി കുറച്ചത് പിണറായി സർക്കാരല്ലേ? ഇതല്ലേ ഫാക്ട്? ഇതല്ലേ വസ്തുത? ഇതിനെയാണ് യഥാർത്ഥത്തിൽ നുണപ്രചരണം കൊണ്ട് നേരിടുന്നത്. ഇനി മറ്റൊരു അപകടകരമായ കാര്യം ഞാൻ പറയാം, അത് വർഗീയ പ്രചരണമാണ്. എന്താണ് ഈ വർഗീയ പ്രചരണം എന്ന് പറയുന്നത്? SIR-മായി ബന്ധപ്പെട്ട് ഞാൻ വടക്കൻ കേരളത്തിൽ നിന്ന് വരിക, എന്നെ കണ്ട് കുറച്ചധികം ആളുകൾ കുറേ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന വീഡിയോ ആണ്. ഞാൻ ഇതിന് നിജസ്ഥിതി അന്വേഷിച്ചു. SIR-മായി ബന്ധപ്പെട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യാപകമായ രീതിയിൽ വടക്കൻ മേഖലയിൽ ഒരു പ്രചരണം നടന്നിട്ടുണ്ട്. എന്താ പ്രചരണം എന്നറിയാമോ? SIR കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണ്, പിണറായിയാണ് SIR കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇന്ന് ആ പ്രചരണം നടത്തിയവരൊക്കെ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കും സ്മൃതി. കാരണം എന്താണെന്നറിയാമോ? ആ പ്രചരണം നടത്തിയവർ പറഞ്ഞതുപോലെയല്ല. SIR-ൽ സർക്കാർ സൂക്ഷ്മമായി ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിച്ച് ഈ മേഖലകളിൽ നിന്ന് ഒരു മുസ്ലിം വോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചു. SIR യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരാണോ? വർഗീയമായ നുണപ്രചരണമല്ലേ യഥാർത്ഥത്തിൽ നടത്തിയത്? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന SIR-നെ സംസ്ഥാന സർക്കാരിന്റെ പിടലിക്കിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം പോലും അത് മറച്ചുവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വർഗീയമായൊരു നുണപ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന് നോക്കൂ, കോൺഗ്രസിന്റെ പ്രചരണ രീതി എന്നെ നിരാശപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. രാഹുൽ ഗാന്ധി വന്നു, ഓൺലൈനിലൂടെ വലിയ രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. ഞാൻ അല്പം ആശങ്കയോട് കൂടിയാണ് അത് കണ്ടത്. എന്താ, ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പറയും, ഉത്തരേന്ത്യയിൽ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ BJP നേതാക്കളിൽ നിന്ന് നേരിട്ടൊരു വിമർശനമുണ്ട്. എന്താണെന്നറിയാമോ? രാമനെ ബഹുമാനിക്കാത്ത, അയോധ്യയിൽ പോയി ആരാധിക്കാത്ത കോൺഗ്രസ്സുകാർക്ക് എന്തിന് വോട്ട് കൊടുക്കണം എന്ന് ഉത്തരേന്ത്യയിൽ ചോദിക്കും. ആര്? BJP. ആരോട് ചോദിക്കും? കോൺഗ്രസിനോട് ചോദിക്കും. കേരളത്തിൽ വരുമ്പോൾ എന്താ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തോട്, അയ്യപ്പനെ ബഹുമാനിക്കാത്ത, അയ്യപ്പനെ വിശ്വസിക്കാത്തവർക്ക് എങ്ങനെ വോട്ട് കൊടുക്കുമെന്ന് ചോദിക്കുന്നു. ഉത്തരേന്ത്യയിൽ BJP ചോദിക്കുന്ന അതേ ചോദ്യം
എങ്ങനെയാണ് കേരളത്തിൽ രാമനെ മാറ്റി അയ്യപ്പന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാൻ കഴിയുന്നത്? ഇതെങ്ങനെയാണ് ഒരു മതേതരമായിട്ടുള്ള വോട്ട് ചോദ്യമാകുന്നത് എന്നുള്ളത് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. ഇതാണ് എന്നെ അലോസരപ്പെടുത്തുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അനാശാസ്യമായ, ആരോഗ്യകരമല്ലാത്ത, അങ്ങേയറ്റം അപകടകരമായ ഈ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സുധാകരൻ അമ്പലപ്പുഴയിൽ 5000 വോട്ട് എനിക്ക് BJP-യുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. ഈ കണ്ട കാലം അത്രയും ഈ ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്ന സുധാകരന് 10 വോട്ട് BJP-യുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇല്ലാതിരുന്നു. ആ ആത്മവിശ്വാസമില്ലായ്മയുടെ പേരാണ് ഇടതുപക്ഷം. എന്നാൽ UDF-നോടും കോൺഗ്രസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം പറയുന്നു 5000 വോട്ട് BJP-യിൽ നിന്ന് എനിക്ക് കിട്ടും. ഈ ആത്മവിശ്വാസത്തിന്റെ പേരാണ് UDF-ഉം BJP-യും തമ്മിലുള്ള ഡീൽ എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. മറുപടി പറയേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചാണ്. വാടക വീട് കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള 4.25 ലക്ഷം വീട് കിട്ടിയത് അവന്റെ വരുമാന സർട്ടിഫിക്കറ്റിനും ജാതി സർട്ടിഫിക്കറ്റിനും ക്യൂ നിൽക്കാതെ വീട്ടിൽ നിന്ന് സ്മാർട്ട് വഴി അതവന് ലഭ്യമായത്, ചോർന്നലിക്കാത്ത പള്ളിക്കൂടങ്ങൾ അവന് കിട്ടിയത്, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അവന് കിട്ടിയത്, അവന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായത്, അവന് മുടങ്ങാതെ പെൻഷൻ കിട്ടിയത്, ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യാൻ സമ്മതിക്കൂല. പണ്ട് കുതിരവട്ടം പപ്പു ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ചത്താലും ഞാനത് പറയൂലടാ എന്ന് പറയുന്ന മട്ടിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വികസനം പറഞ്ഞാൽ പരാജയപ്പെടുമെന്ന് ഭയക്കുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ് എന്റെ ടേക്ക്. Meet the editors.